നമസ്കാരം. ആ കോൺഗ്രസിന്റെ ദൃശ്യമാധ്യമ പോരാളികൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ 3-4 ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ എന്തൊക്കെയോ വാർത്ത പടച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങ് തകർന്ന് തരിപ്പണമായി കേട്ടോ. ഇപ്പോ അവർക്ക് പുറത്തിറങ്ങാൻ തന്നെ മടിയാണ്. നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചെല്ലാം വായി തോന്നുന്ന വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ, ചില കൃത്രിമ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വാടി ഇല്ലാതായി പോകുന്ന ഇനമാണെന്ന് ഈ ദൃശ്യമാധ്യമ പോരാളികൾ, സൈബർ പോരാളികളെ പോലെ തന്നെ ദൃശ്യമാധ്യമ കോൺഗ്രസ് പോരാളികൾ കരുതുന്നുണ്ട്. ആ പോരാളികൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പ്രതികരണമുണ്ട് ചേർത്തലയിൽ. അത് കേൾപ്പിക്കുന്നത്. കാര്യം, നിങ്ങൾ ആർക്കെതിരെയാണോ വാളോങ്ങുന്നത് അവർ എത്രമാത്രം ഉശിരുള്ളവരായി മാറുന്നു, എത്രമാത്രം പോരാട്ട വീര്യം കാണിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പടച്ചുവിട്ട വാർത്തയ്ക്ക് നിങ്ങളോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന വ്യക്തികളെ കാലുവാരാൻ ശ്രമിച്ച ഒറ്റുകാരോട് പറഞ്ഞു വെച്ച മറുപടി കേട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരാൾ കാണിച്ചു, മന്ത്രിയുടെ സുരക്ഷ കൂട്ടി. ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലും സുരക്ഷയൊന്നുമില്ല, മുന്നിലൊരു പൈലറ്റ് വാഹനമേ ഉള്ളൂ. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, എസ്കോട്ട് ഉണ്ടോ? എസ്കോട്ട് ഇല്ല. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള പോലീസ് PSOയോട് ചോദിച്ചു, അതെന്താണ് ഈ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എന്റെ മുന്നിൽ ഒരു പൈലറ്റ് ഉപയോഗിച്ചത് എനിക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ എനിക്ക് വഴി അറിയത്തില്ല. അപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് വേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പൈലറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെന്താണ് ഈ സുരക്ഷ? മന്ത്രിയുടെ സുരക്ഷ കൂട്ടി 15 അംഗ പോലീസ്. ഞാൻ ഇവിടെ വന്ന് ആദ്യം ഫോൺ ചെയ്തത് SP ആണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ 5-6 പോലീസുകാരെ കണ്ടു. അപ്പൊ ഞാൻ SP-യോട് വിളിച്ചു ചോദിച്ചു, എന്താണ് SP, എന്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ടോ? അപ്പൊ SP പറഞ്ഞു, ഇല്ല കൂട്ടിയിട്ടില്ല. അപ്പൊ പറഞ്ഞു, ഇവിടെ ഞാൻ 5-6 പോലീസുകാരെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് അബദ്ധത്തിൽ അവരവിടെ വന്നതാണ്. പക്ഷെ ഇന്ന് രാത്രി ചർച്ച കാണും, മന്ത്രിക്ക് ഇതൊക്കെ സുരക്ഷ കൂട്ടി, മന്ത്രിക്ക് നിരത്തിലിറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ല, മന്ത്രിക്ക് റോഡിൽ ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ കേരളത്തിൽ നമ്മുടെ ചേർത്തല നിയോജക മണ്ഡലത്തിൽ കഞ്ഞിക്കുഴിയിൽ ഒന്നാന്തരം ആരോഗ്യ കേന്ദ്രം ലാബ് സൗകര്യത്തോടുകൂടി ഇന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ആരോഗ്യ കേന്ദ്രത്തിൽ കയറി ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. കാരണം അദ്ദേഹം മകൾക്കൊപ്പം കയറിയപ്പോ അദ്ദേഹം ഇത് പേ ചെയ്യാനായിട്ട് മരുന്ന് കിട്ടി, ആന്റിബയോട്ടിക് ഉൾപ്പെടെ കിട്ടി. അപ്പൊ അദ്ദേഹം ഇതിന്റെ പണം ഇവിടെ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പണമൊന്നുമില്ല, ഫ്രീ. അദ്ദേഹം യൂറോപ്യൻ നാടുകളിൽ താമസിച്ചിരുന്ന വ്യക്തി. അദ്ദേഹം തീ കുരുത്ത ഇനങ്ങളാണ് കോൺഗ്രസിന്റെ ദൃശ്യമാധ്യമ പോരാളികൾ. വിചാരിച്ച അങ്ങ് വാടിപ്പോകത്തൊന്നുമില്ല. ദൃശ്യമാധ്യമങ്ങൾക്കകത്തിരുന്ന് പോരാട്ടം നടത്തി ചില ഇടതുപക്ഷ നേതാക്കന്മാരെ എല്ലാം ഈ പോരാളികളിലൂടെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന് ഏതെങ്കിലും കോൺഗ്രസുകാർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരിടാൻ ഈ നാട്ടിൽ സൈബർ പോരാളികൾ തന്നെ ധാരാളം മതിയാകും. ദൃശ്യമാധ്യമം ഉണ്ടായി എന്ന് കരുതിക്കൊണ്ട് അതിനകത്തിരുന്ന് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിനകത്തിരുന്ന് കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിനകത്തിരുന്ന് ചിലരെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പോരാളികൾ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത കൊണ്ട് കെട്ടടങ്ങുന്നതല്ല ഈ നാട്ടിലെ ചില വ്യക്തിത്വങ്ങളെന്ന് കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ സൃഷ്ടിച്ച വാർത്തകൾ കൊണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ സംസാരിക്കുന്നതിലെ ആത്മവിശ്വാസം, അവർ ആ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റി, ഇതൊക്കെ എന്താണ് മനസ്സിലാക്കിക്കുന്നത്? അവർക്ക് ഇതെല്ലാം വെറും ഇത് മാത്രമായിരുന്നു എന്നുള്ളത്. നിങ്ങൾ കരുതുന്നുണ്ട് നിങ്ങൾ മലമുഴക്കി വേഴാമ്പലാണെന്ന്. നിങ്ങൾ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മുഴക്കി കഴിഞ്ഞാൽ മല മൊത്തം മുഴങ്ങുന്നുണ്ടെന്ന് കരുതിക്കളയല്ലേ? അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ആദ്യം പോയി ഈ പോരാളികൾ നിങ്ങളുടെ തരത്തിനോടൊപ്പം കളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ തൊഴുത്തിൽ കുത്തൊക്കെയാണ് നന്നാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരുടെ ജീവിതാശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ തോതിൽ ശ്രമകരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവർ, അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചെറിയ പാകപ്പിഴകൾ വരുമ്പോൾ എടുത്തുയർത്തിക്കാട്ടി ആക്രമിക്കുകയാണ്. പ്രവർത്തിക്കുന്ന മനുഷ്യർക്കിടയിൽ ചില പിഴവുകൾ സംഭവിക്കുമെന്നേ, അത് മനുഷ്യ സഹജമാണ്. പ്രവർത്തിക്കുന്ന മനുഷ്യർക്കിടയിൽ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ദൃശ്യമാധ്യമ പോരാളി ക്യാമറകൾക്കും കോലുകൾക്കും മുന്നിൽ വന്ന് ഡയലോഗ് അടിക്കുന്നവർക്ക് ഒരു പിഴവും സംഭവിക്കില്ല. പ്രവർത്തിക്കാത്ത മനുഷ്യരല്ലേ. അതുകൊണ്ട് ആ പ്രവർത്തിക്കുന്ന മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ഇനി ഈ ദൃശ്യമാധ്യമ പോരാളികൾ ഇരുന്നിട്ട് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ എന്ത് തരം കഥയിറക്കി വിട്ടാലും, എന്ത് തരം വായ്ത്താരിയിട്ടാലും അതിനെയെല്ലാം ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിലൂടെ ഒരു വിലയില്ലാതെ തള്ളിക്കളയുന്ന രീതിയാണ് വീണ ജോർജ് അവലംബിച്ചിരിക്കുന്നതെന്ന് ആ ഒരൊറ്റ പ്രതികരണം കൊണ്ട് തെളിയിക്കുകയാണ്. നിങ്ങളുടെ വാർത്ത പേടിച്ച് അവിടെ സുരക്ഷയൊന്നും ഒരുക്കിയിട്ടില്ല. നല്ല അന്തസ്സായിട്ട് തല ഉയർത്തി നടപ്പുണ്ട്. കഥ മെനഞ്ഞ് ഇങ്ങനെ ആശ്വാസം കണ്ടെത്തിക്കോളൂ. ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ മനോരോഗ പ്രവർത്തനങ്ങളെ വാർത്ത എന്ന പേരിൽ അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്തോ ഇവിടെ ഭൂമി കുലുക്കിയെന്നോ ആരോഗ്യമന്ത്രിയെ തകർത്തു എന്ന് ആശ്വസിക്കാൻ ഈ നാട്ടിൽ നിങ്ങൾക്കും അവകാശമുള്ളതുപോലെ അത് ആലോചിച്ചു നാളുകളെ കുറിച്ച് ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.